ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഡോക്ടർ റോബിൻ സീസൺ 4 കണ്ടസ്റ്റൻ്റായ ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ ഇന്നലെ ഷെയർ ചെയ്ത ഒരു വീഡിയോ തീർച്ചയായും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ഒന്നുകൂടി പ്ലേ ചെയ്യാം. അവിടെ അതിനുശേഷം നമുക്ക് ആ വീഡിയോനെ കുറിച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കാറിൻ്റെ അകത്താണ്, സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വൈൽഡ് കാർഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു. നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ. ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു 3 വർഷം ബിഗ് ബോസ് ഈ ഒരു പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് അരി ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ. ചുമ്മാ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്, വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാണ്. ഓക്കെ, ഇതിനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട, ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ്. പക്ഷെ അരിയണ്ണ വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവിളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ. ശരി, നടക്കട്ടെ. സോ ഒരിക്കലും ഈ ഒരു വീഡിയോ ആരും തന്നെ കോൺട്രവേഴ്ഷ്യൽ വീഡിയോ ആയിരുന്നു എടുക്കരുത്. അത് തന്നെ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്. സോ ഇതൊരു ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ എടുത്താൽ മതി. അതായത് ബിഗ് ബോസ് സീസൺ 4 ഡോക്ടർ റോബിൻ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസിൽ സീക്രട്ട് ഏജൻറ്റ് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഷോനെ കുറിച്ചും അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ എന്ന കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ ഇപ്പോൾ സീസൺ 6 സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജൻറ്റ് ഒരു കണ്ടസ്റ്റൻ്റായി ചെന്നപ്പോൾ ഇദ്ദേഹം ഡോക്ടർ റോബിൻ അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഒരു ചെറിയ വീഡിയോ അദ്ദേഹത്തിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ ആ വീഡിയോയിൽ അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അതായത് നമ്മളൊരു സിനിമയാണെങ്കിലും ബിഗ് ബോസ് ഷോ ആണെങ്കിലും റിവ്യൂ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ല ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നതെന്നൊരു കാര്യം അദ്ദേഹം ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇത് ഇത് തീർച്ചയായിട്ടും ആരും തന്നെ ഒരു വലിയൊരു തെറ്റായിട്ട് രീതിയിലുള്ള വീഡിയോ ആയിട്ടൊന്നും ആരും കാണുന്നില്ല. ഭയങ്കര കാഷ്വലായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ എല്ലാവരും ഈ വീഡിയോയെക്കുറിച്ച് സംസാരിക്കുന്നത്. കാരണം ഒരുപാട് പ്രതീക്ഷയായിരുന്നു സീക്രട്ട് ഏജൻറ്റ് എന്ന വ്യക്തി വൈൽഡ് കാർഡ് എൻട്രി ആയി ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ട ആ പ്രതീക്ഷയ്ക്ക് ഒപ്പം നിൽക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വെച്ച് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഷോയിൽ കയറി 2-3 ദിവസത്തിനുള്ളിലാണ് അദ്ദേഹം 2 വാർണിംഗ് ആണ് ചോദിച്ച് മേടിച്ചത് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന്. മൂന്നാമതൊരു വാർണിംഗ് പോലും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ള സ്ട്രിക്റ്റായ ഒരു ഇൻസ്ട്രക്ഷൻ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ബാക്ക് സ്റ്റാബായി, അതായത് ഒരു വീക്കസ്റ്റ് പോയിൻ്റായി മാറിയിരിക്കുന്നത്. കാരണം അദ്ദേഹം ഷോയെക്കുറിച്ച് നല്ല അറിയുന്നൊരു വ്യക്തിയാണ്, ഷോയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു മിസ്റ്റേക്ക് ചെയ്തതെന്ന് ഒരിക്കലും മനസ്സിലാവുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് ട്രോൾ വീഡിയോസ് നടക്കുന്നുണ്ട് ഇതിനെ ചുറ്റിപ്പറ്റി, ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട്. എന്തായാലും ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയണം. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്